എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. ഒത്തിരി ക്ലാസ്സുകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കരിയർ ഗൈഡൻസ് ആ ഒരു വിഷയത്തിൽ എന്താണ് നമ്മുടെ സമീപനം എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി തരാൻ വളരെ സവിശേഷമായ വ്യക്തിത്വമാണ് നമ്മുടെ കൂടെ ഉള്ളത്. കുഞ്ഞു സി നായർ എന്ന പേര്, തൃശ്ശൂർ സ്വദേശിയാണ്. ഒരു ഫിനാൻഷ്യൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഏകദേശം 34 വർഷത്തോളം വിദേശത്ത് ഫിനാൻഷ്യൽ സെക്ടറിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലുണ്ട്. സാറ് ഒരു സയൻസ് എന്തോസിയാസ്റ്റിക്കാണ്. ഞാൻ വളരെ ആക്സിഡന്റലായിട്ടാണ് സാറിന്റെ പ്രൊഫൈലിലേക്ക് കടന്നു വരുന്നത്. ന്യൂട്ടൺസിന്റെ 3rd ലോ ഓഫ് മോഷൻ എന്ന് പറയുന്ന ആ ഒരു ലോയ്ക്ക് സാറ് കൊടുത്ത ഒരു എക്സ്പ്ലനേഷൻ, അത് UN-ന്റെ തലത്തിൽ നിന്ന് അതിൻ്റെ ഒരു മറുപടിയായി നൽകിയ ഒരു സന്ദേശം വായിച്ചിട്ടാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് വിളിക്കുന്നത്. എനിവേ, നമ്മൾ ആ വിഷയം നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ മറ്റൊരു ദിവസം കൃത്യമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും. സാറ് 4 ബുക്കുകൾ രചിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 3 ബുക്കുകളും കൂടെ സാറ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാർ ഒരു UN വാളണ്ടിയർ ആണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു UN വാളണ്ടിയർ ആയിട്ടാണ് സാറ് വർക്ക് ചെയ്യുന്നത്. അത്രമാത്രം സവിശേഷമായ പ്രത്യേകതകൾ സാറിനുണ്ട് എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുകയാണ്. സോ അപ്പം അത്ര വിശിഷ്ടനായ കുഞ്ച് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും പെർമിഷനോടുകൂടി. കുഞ്ച് സാർ, യു ആർ വെൽക്കം. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനോടെ സാർ തുടങ്ങിക്കോ. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പൊ എന്നെ പറ്റി ഇപ്പോൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താണ്, നമ്മളൊരു ഫൈനാൻസ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ത്യയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്ക് പുറമേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 35 വർഷത്തോളമായിട്ട് കരിയറിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്ക്. പക്ഷെ ചില പ്രത്യേക കാരണങ്ങളെ കൊണ്ട് എനിക്ക് സയൻസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ കൊമേഴ്സ് എടുത്തു. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ 4 ബുക്സിൽ ഒരു ബുക്ക് കോട്ടിൻ്റെയാണ്, കോട്സ്, എൻ്റെതായിട്ടുള്ള കോട്സ്. അപ്പോൾ ഒരു സക്സസ് ഈസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ചോയ്സ് ആൻഡ് ചാൻസ്. എൻ്റെ ചോയ്സ് ആയിരുന്നു സയൻസ് ആയിരുന്നു, ബട്ട് എനിക്ക് കിട്ടിയ ചാൻസ് കൊമേഴ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ അതിലാണ് പിന്നെ എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ആ കോട്ട്, എൻ്റെതായിട്ടുള്ള സ്വന്തം കോട്ട് ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ കോട്സായിട്ട് 111 കോട്സിന്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടും. അതുകൂടാണ്ട് പിന്നെ അതിനുശേഷം നമ്മളൊരു കരിയർ ഗൈഡൻസിന്റെ ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ബുക്ക് ആൻ ഇൻസൈറ്റ് ഇൻ യുവർ കരിയർ, നോ യുവർ ചോയ്സ്, ഗ്രോ യുവർ ചാൻസ്. അപ്പൊ കരിയറിനെ പറ്റി അതിൽ വളരെ നല്ല രീതിയിൽ വളരെ നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ എൻ്റെ 10 ചാപ്റ്റേഴ്സ്, പ്ലാനിങ്ങും കരിയർ ഗൈഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട 10 ചാപ്റ്റേഴ്സ് കൂടാതെ 5 എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ, വളരെ വെൽ നോൺ ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള 5 എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഓരോ ചാപ്റ്റർ വീതം ഉണ്ട്. അത് വളരെ സ്പെഷ്യലൈസ്ഡ് ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് റീഹാബിലിറ്റേഷൻ സർവീസസ്, അതായത് എന്താ പറയുക, സ്പെഷ്യൽ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, അവരെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അത് അതിനെപ്പറ്റി റീഹാബിലിറ്റേഷൻ സർവീസസ് ആണ് ഒരു ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ ഒരെണ്ണം അഗ്രികൾച്ചർ, പിന്നെ ഒരു ചാപ്റ്റർ കെമിസ്ട്രി, പിന്നെ ഒരെണ്ണം സ്റ്റെം, പിന്നെ യോഗ ആൻഡ് നാച്ചുറോപ്പതി. അങ്ങനെ 5 പേരുടെ 5 ചാപ്റ്റർ, ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്, എൻ്റെതായിട്ടുള്ള ചാപ്റ്റേഴ്സും കൂടാതെ. അപ്പോൾ ഇത്രയും ആണ് ബുക്കിനെ പറ്റി എനിക്ക് പറയുന്നത്. കൂടുതൽ മീൻസ് വിശദമായിട്ട് പറയണമെങ്കിൽ വളരെയധികം പറയാനുണ്ട്, പക്ഷെ നമ്മൾ സമയപരിമിതി കാരണം കൂടുതൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഹലോ സെറ്റിംഗ് ചേഞ്ച് ആവുമ്പോൾ അടിച്ചിട്ട് കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല സർ. യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ കരിയറായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ റെവല്യൂഷൻ്റെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വളരെ ഹൈലി അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്. ഇനിയും നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ വീണ്ടും അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഏതൊരു കരിയറിനെ പ്ലാൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിൽ ഇപ്പോഴെ തന്നെ ചിന്തിച്ചിട്ട് വേണം അടുത്തൊരു ഡിസിഷൻസ് എടുക്കുന്നതിനേക്കാൾ മുമ്പ് വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യണം. അതാണ് ഏറ്റവും ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്ലാനിങ്ങിന് മുമ്പ് നമ്മൾ ഏതൊരു ടോപ്പിക് അല്ലെങ്കിൽ ഏതൊരു കരിയർ പ്ലാൻ ചെയ്യായാലും ഈ
നമ്മളൊരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് വീണ്ടും ഇത് കടന്ന് ഇതിനപ്പുറം വേറെ സ്റ്റേജിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പ്ലാൻ ചെയ്യാം. പിന്നെ കരിയറായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, അതായത് നമുക്ക് വളരെയധികം ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ, മാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ മാർക്ക് ഒരു ക്രൈറ്റീരിയ അല്ല എന്ന് പറയും. അത് റയർ കേസിൽ അങ്ങനെ ആയിരിക്കാം, പക്ഷെ മാർക്ക് എപ്പോഴും ഒരു ക്രൈറ്റീരിയ ആണ്. ഏതൊരു അപ്ലിക്കേഷൻ അയക്കാനും ഏതൊരു ഹയർ സ്റ്റഡീസിനായാലും എന്തൊരു കാര്യത്തിനായാലും എപ്പോഴും മാർക്ക് ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. അതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ റയർ കേസിൽ സാധിച്ചേക്കാം. അത് അവരുടേതായിട്ടുള്ള ഓപ്ഷൻസ് അത് വേറെ ഉണ്ടായിരിക്കാം. അല്ലാത്ത പക്ഷം ജനറൽ ലെവലിൽ നമുക്ക് മാർക്ക് ഇല്ലാതെ, മാർക്ക് വേണം, മാർക്കിനെ ബേസ് ചെയ്താണ് നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു എഡ്യൂക്കേഷൻ ആയാലും ഏതൊരു സർട്ടിഫൈ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ആയാലും ഓരോ ലെവലിലും ഹൈ ലെവൽ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, പഠിക്കണം. തീർച്ചയായിട്ടും നല്ല ലെവലിൽ തന്നെ പഠിച്ച് പാസ്സാവണം, നല്ല മാർക്കോടുകൂടി പാസ്സാവണം. അതൊരു അത്യാവശ്യം തന്നെയാണ്. പിന്നെ പറയുന്നത് വെച്ചാൽ എക്സാമിനേഷൻ. ഇപ്പൊ നമ്മൾ ഒരു വർഷമൊക്കെ പഠിച്ചിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നേരത്തെ എക്സാമിനേഷനിലല്ല കുട്ടികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ കാലിബർ കണക്കാക്കുക എന്ന് പറയും. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മളൊരു വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അധ്യയന വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഫുൾ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 1 മണിക്കൂർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മൾ എക്സാം എഴുതണം. അങ്ങനെയാണ് എക്സാം പാസ്. അപ്പൊ കാലിബറിന് അത് ബാധ്യത ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് പൊതുവെയുള്ള ചില ഡിസ്കഷൻസിൽ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ വളരെയധികം ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ്. അപ്പൊ കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് അവർ താല്പര്യം എന്ന് അറിയാണ്ടാണ് അവരെ പഠിപ്പിക്കണമെന്ന് പറയും. അതിലിപ്പോ നമുക്ക് പറയാന്ന് വെച്ചാൽ പല സബ്ജക്റ്റും പഠിച്ചാലേ ഏത് സബ്ജക്റ്റ് ആണ് അതിൽ താല്പര്യമുള്ളതെന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പല സബ്ജക്റ്റും പഠിക്കാൻ തയ്യാറായിരിക്കണം. അല്ല, പൊതുവെ ഒരു സംസാരം ഉണ്ടെങ്കിൽ ഇത്രയൊന്നും സബ്ജക്റ്റ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് പഠിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും. അത് പഠിച്ചാലും നമുക്ക് അതിനെ പറ്റി അറിയാൻ പറ്റില്ല. അതിൽ നിന്നാണ് നമ്മൾ പിന്നെ ചൂസ് ചെയ്യുന്നത് ഏത് ലെവലിലേക്ക് പോകണം അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ളത്. നമ്മൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. അതില് മാർക്കോ അല്ലെങ്കിൽ ഇതൊന്നും ക്രൈറ്റീരിയ ഒന്നും ഇല്ലാതെ തന്നെ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാർ ഉണ്ട്, വളരെയധികം ഉണ്ട്. പക്ഷെ അത് വളരെ റയർ കേസ്. പക്ഷെ ജനറലി നമുക്ക് ഈ പറഞ്ഞ എഡ്യൂക്കേഷനും കരിയറും മാർക്കും അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ബാധകമാണ്. അപ്പൊ കരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കരിയറിലേക്ക് കിടക്കാം. കരിയർ എന്ന് പറഞ്ഞാൽ പൊതുവെ കരിയർ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ലേണിങ്, വർക്ക്, അത് കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ്, അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചീവ്മെന്റ്സ് എൻജോയ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾസ്, നമ്മുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാം. അതുപോലെ നമ്മുടെ സക്സസ് എന്തൊക്കെയാണ്, പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും സോഷ്യലായിട്ടും അങ്ങനെയുള്ള സക്സസ് എന്തൊക്കെയാണ്, ഇതൊക്കെ എല്ലാം കൂടി ചേർന്നതാണ് കരിയർ. അപ്പോൾ മെയിൻലി പറയാൻ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസിങ് ടു അച്ചീവ് ദ ടാർഗറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് അച്ചീവ് ചെയ്യുന്നതാണ് കരിയറിനെ പറ്റി ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. അപ്പോൾ ഈ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏതൊരു കരിയർ ആയാലും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏത് ഫീൽഡിൽ നമ്മൾ പോയാലും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പോലെ തന്നെ വളരെയധികം കോമ്പറ്റീഷൻസും കോംപ്ലിക്കേഷൻസും ഉണ്ട്, വളരെയധികം ചാലഞ്ചസ് നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊരു കരിയർ ചൂസ് ചെയ്യാലും ഒന്നിൽ കൂടുതൽ ആൾട്ടർനേറ്റീവ്, ഇത് സക്സസ് ആയെങ്കിൽ വേറെ ഒരു ആൾട്ടർനേറ്റീവ് 1 2 അല്ലെങ്കിൽ 1 കൂടുതൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടന്നുള്ളതില്ല. അത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. അത് പലരും ഇതിനെപ്പറ്റി ചിന്തിക്കില്ല. പിന്നെ കിട്ടിയതിന് പോവാന്നുള്ള ഒരു നിലയ്ക്കാണ് പലരും ട്രൈ ചെയ്യുന്നത്. അപ്പൊ ആഗ്രഹിച്ചത് കിട്ടിയതിന് പോവാന്നുള്ള അങ്ങനെയല്ല. നമുക്ക് വേറെ ഓപ്ഷൻസ്, നമ്മളേതായിട്ടുള്ള ചൂസ് ചെയ്തു വെച്ചിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അത് ഓപ്ഷൻസ് നമുക്ക് 4 തരത്തിൽ നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. അതായത് ഓരോ ലെവല് കഴിയുമ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നമ്മൾ ഓരോ ലെവല് കഴിയുമ്പോഴും 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, അതിലൊരു ഓപ്ഷൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. സെക്കൻഡ് ഓപ്ഷൻ നമ്മളൊരു ജോബ് കണ്ടുപിടിക്കാം.
ഓരോ ലെവൽ എഡ്യൂക്കേഷൻ കഴിയുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ +2 കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PG കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PG കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ ഫൈൻഡ് സൂട്ടബിൾ ജോബ്, ഏതെങ്കിലും ഒരു നല്ലൊരു ജോലി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് ഉണ്ടെങ്കിൽ ചെയ്യാം. തേർഡ് ഓപ്ഷൻ സ്വന്തം ബിസിനസ്സോ അല്ലെങ്കിൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ പോർഷൻ അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇത് 3 അല്ലെങ്കിൽ നാലാമതായിട്ട് പറയുന്നത് ഒന്നിലോ സ്റ്റഡീസും ജോബായിട്ട് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ജോബും സ്റ്റഡീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് 4ാമത്തെ ഓപ്ഷൻ. അപ്പം ഈ 4 ഓപ്ഷൻസ് അതെപ്പോഴും പ്ലാൻ ചെയ്യണം, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഒരു നമ്മളൊരു ഇതൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ശരിയായിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യണം. അപ്പൊ അതിന് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് കരിയർ എങ്ങനെ ചൂസ് ചെയ്യാം. അപ്പോ അതിന് 5 ഓപ്ഷൻസ് ഉണ്ട്. 5 പോയിന്റ്സ് നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. ആ 5 പോയിന്റ്സ് ഞാൻ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യണം. അത് നമ്മുടെ ഇൻട്രസ്റ്റും താല്പര്യങ്ങളും സ്കില്ലും അനുസരിച്ച് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്തിരിക്കണം. ആ എഡ്യൂക്കേഷൻ അനുസരിച്ച് നമ്മൾ കരിയർ, നമ്മുടെ ഫ്യൂച്ചർ കരിയർ എന്തായിരിക്കണം എന്നുള്ളത് ഡിപ്പെൻഡിങ് ഓൺ അവർ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്, അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ കൺവീനിയൻസ്, നമ്മൾ ഏതൊരു കരിയർ അല്ലെങ്കിൽ ഏതൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഏതൊരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൺവീനിയൻസ് കൂടി നോക്കണം. നമുക്ക് ഇൻകൺവീനിയന്റ് ആണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇടയ്ക്ക് ഒരു ഡ്രോപ്പ് ഔട്ട് ആവുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ സ്കോപ്പ് എന്താണെന്നത് നമ്മൾ ഏതൊരു സ്ട്രീമിലായാലും എന്താണ് അതിന്റെ സ്കോപ്പ്, ഫ്യൂച്ചർ സ്കോപ്പ് എന്താണ്, നമ്മൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കൺഫേം ആയിരിക്കണം. പിന്നെ വേണ്ടത് ഈ 4 പോയിന്റും കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു നമ്മളൊരു കരിയർ ചൂസ് ചെയ്യാലും അതിന് എപ്പോഴും ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. കരിയർ എഡ്യൂക്കേഷൻ ആയാലും അത് കഴിഞ്ഞിട്ടുള്ള ലെവലായാലും എപ്പോഴും ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എപ്പോഴും നമ്മൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. അത് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ പലർക്കും പരാജയം നേരിടുന്നത് തന്നെ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മുടെ ശ്രദ്ധയിൽ വരാതെ, നമ്മൾ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ വിട്ടുകളയുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പൊ ഇതൊക്കെ പ്ലാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് പ്ലാനിങ് ചെയ്യാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം, പ്ലാൻ ഫോർ പ്ലാനിങ്, അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത് സിമ്പിളായിട്ട് പറയാം, സ്വീറ്റ് ഗെയിൻസ് പാസ്റ്റ്. ഈ 3 വേർഡ്സ് അതൊരു ഷോർട്ട് ഫോം ആണ്, സ്വീറ്റ് ഗെയിൻസ് പാസ്റ്റ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. സ്വീറ്റ് ഗെയിൻ ആണ്, സ്വീറ്റ് SWEET, സ്വീറ്റ് ഗെയിൻസ് GAINS, ഗെയിൻസ് പാസ്റ്റ് PASSED, പാസ്റ്റ്. അപ്പൊ ഇത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലാനിങ് ഭംഗിയായിട്ട് നമുക്ക് നടത്താം. അതായത് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടിങ്, വർക്കിംഗ്, എനർജി, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതാണ് സ്വീറ്റ്. ഗെയിൻസ് എന്ന് പറഞ്ഞാൽ ഗോൾസ്, ആംബിഷൻ, ഇൻട്രസ്റ്റ്, നെറ്റ്വർക്കിംഗ് ആൻഡ് സ്കിൽസ്, അതാണ് നമ്മുടെ ഗെയിൻസ്. നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്യണം? പാസ്റ്റ്, അത് പ്രിപ്പറേഷൻ, ആറ്റിറ്റ്യൂഡ്, സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് അവയർനെസ്, പിന്നെ ഏണിങ്സ്, ദെൻ ഡിസ്കഷൻ. ഇതെല്ലാം ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ പ്ലാനിങ്. അപ്പൊ ഇതെല്ലാം ഇത് പോയിന്റ് പിടികിട്ടില്ലോ അല്ലേ? ഐഡിയ കിട്ടില്ല ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്. സ്വീറ്റ് ഗെയിൻസ് പാസ്റ്റ്, അതിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതിന് ഓരോന്നും ഓരോ ഫുൾ ഫോം, ഒരു ഷോർട്ട് ഫോം ആണ്, അതിന്റെ ഫുൾ എക്സ്പ്ലെയിൻ ഉണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ നമ്മളെപ്പോഴും സക്സസിനെ പറ്റി പറയുന്നത് സക്സസ് ഈസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ചോയ്സ് ആൻഡ് ചാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഒരു ചോയ്സ് ഉണ്ട്, ഒരു ചാൻസ്, അത് രണ്ടും നമ്മൾ ഈക്വലൈസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഇതെങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നിലും പലരും പല സാഹചര്യങ്ങളും പല പരാജയങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും സക്സസ്ഫുൾ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ പലരും സക്സസ്ഫുൾ ആകുമ്പോൾ അവരുടെ പരാജയങ്ങളെ പറ്റി ഒരിക്കലും പറയില്ല. ജനറലി വളരെയധികം പരാജയങ്ങൾ നേരിട്ടിട്ടാണ് ഓരോരുത്തരും ഒരു നല്ല നിലയിലേക്ക്, നല്ല സക്സസ്ഫുൾ ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ അവര് പറയുമ്പോൾ ജനറലി പറയാം അവർ ഹാർഡ് വർക്ക് ചെയ്തു, സ്ട്രഗിൾ ചെയ്തു എന്നാണ് പറയാം. അപ്പൊ അവരുടെ പരാജയങ്ങൾ അതായത് ഒരു ബേസിക് ഫാക്ടറാണ് അത്. പൊതുവെ പരാജയം എങ്ങനെ നേരിട്ടു,
എന്താണ് അവരുടെ പരാജയം, അതെങ്ങനെ നേരിട്ടു, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ ആ പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ അതിന്റെ കീ പോയിന്റ്സ് എന്താണ്, അതോ അല്ലെങ്കിൽ അതിന്റെ റീസൺസ് എന്താണ് അത് പറയില്ല. അതെന്താണ് കാരണം, എങ്ങനെ ഫെയിൽ ചെയ്തു അല്ലെങ്കിൽ അത് പറയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്. പല ജനറലി ആരും പറയാത്തൊരു സംഭവമാണ് അവരുടെ പരാജയം. നമ്മൾ എല്ലാവരും നേരിട്ടുണ്ട്, എല്ലാവർക്കും നേരിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവർ നേരിട്ട പരാജയങ്ങൾ അല്ലെങ്കിൽ അതിനെന്തായിരുന്നു സൊല്യൂഷൻസ് അത് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള പരാജയങ്ങളുടെ റീസൺസ് നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാർ പൊതുവെ മറച്ചു വെക്കുന്ന ചില ജസ്റ്റ് മറച്ചു വെക്കാന്ന് വെച്ചാൽ അത് പറയേണ്ട ഒരു ആവശ്യം സാഹചര്യം വരുന്നുണ്ടാവില്ല. അത് പറയേണ്ടി വന്നാൽ തന്നെയും അത് പരമാവധി ആരും അത് പറഞ്ഞു കണ്ടിട്ടില്ല. അപ്പോ ഓരോ കാൻഡിഡേറ്റ്സും ചെയ്യേണ്ടതിൽ പരാജയം ഉണ്ടായിരിക്കും, പരാജയം തീർച്ചയായിട്ടും നേരിടേണ്ടി വരും. അപ്പൊ ജനറലി എന്തൊരു ഫെയിലിയർ വന്നാലും അതിനെ നേരിടാൻ തയ്യാറായിരിക്കണം. അതായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണോ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ചലഞ്ച് നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. നമ്മൾ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യണം, ചലഞ്ച് ചെയ്യണം ഓരോ കാര്യങ്ങളും. പിന്നെ അവരുടെ ആ ചലഞ്ച് ചെയ്യാൻ മാത്രമല്ല അതിൽ നിന്ന് നമ്മൾ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് പറ്റണം. പിന്നെ അതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള അതിൽ പല പോസിറ്റീവ് നമുക്ക് സൊല്യൂഷൻസ് നമുക്ക് കിട്ടിയിരിക്കാം. ഓരോ ഫെയിലിയർ വരുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള പല നല്ല റിസൾട്ടുകളും വന്നിട്ടുണ്ടായിരിക്കാം. ആ പോസിറ്റീവ് റിസൾട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പോൾ ഫെയിലിയർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പരാജയം ഒരു എവർ ടൈം പരാജയമായിട്ട് കണക്കാക്കരുത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും പരാജയം സംഭവിക്കാം. അപ്പൊ ആ പരാജയങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ഈ പരാജയത്തിന് ചില ഫാക്ടേഴ്സ് പലരും മറച്ചു വെക്കുന്ന ചില ഫാക്ടേഴ്സാണ്. മറച്ചു വെക്കാതെ മാത്രമല്ല, അത് പലർക്കും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പൈപ്പർ PIPER എന്നൊരു ഷോർട്ട് ഫോമിൽ ഞാൻ ചെയ്തു വെച്ചേക്കണം. അതിന് പ്രൊഫഷണൽ, ഇൻഫോർമേഷണൽ, പേഴ്സണൽ, എക്സ്റ്റേണൽ ആൻഡ് റെഫറൽ, അങ്ങനെ 5 പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് ഫെയിലിയേഴ്സ് അതിൽ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഇൻഫോർമേഷൻ ആയിട്ടുള്ള നമുക്ക് അതിന്റെ ഷോർട്ട് മീൻസ് എന്താ പറയുക, പ്രോപ്പർ ഇൻഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അതിനെപ്പറ്റി കൂടുതൽ നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, സ്റ്റഡി ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്വന്തമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ റെഫറൽ മീൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസ് കൊടുത്തിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള റെഫറൻസ് ആയില്ലെങ്കിൽ നമുക്ക് അവിടെ വൻ പരാജയം അവിടെ നേരിടേണ്ടി വരും. അത് റെഫറൽ കേസിൽ അതാണ് സംഭവിക്കുന്നത്. അത് വളരെയധികം സംഭവിച്ച കേസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ഞാൻ എടുത്തു പറയുന്നത് അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നത്, ആരും പറയാത്തൊരു കാര്യമാണ്. നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അത് എടുത്ത് പറയുന്നത്. റെഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് എടുത്തു പറയുന്നത് എൻ്റെ ഒരു കോട്ട് ഞാൻ ഇവിടെ പറയാണ്: നെവർ ഗെറ്റ് റെഡി ടു ഫെയിൽ, ബി റെഡി ടു ഫേസ് ദ ഫെയിൽ. പരാജയം നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കാം, പക്ഷെ പരാജയത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിരിക്കുന്നത്. അതുകൊണ്ട് നെവർ ഗെറ്റ് റെഡി ടു ഫെയിൽ, ബി റെഡി ടു ഫേസ് ദ ഫെയിൽ എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാം, ഇതൊക്കെയാണെങ്കിൽ തന്നെയും നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോവാം എന്നതിനെ പറ്റി നമുക്ക് പറയാം. അതായത് നമ്മൾ എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കാം. ഓരോ കരിയറിലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കുക. നമ്മൾ ഓണസ്റ്റ് ആണെങ്കിൽ അത് നമ്മളെ ഏറ്റവും ലീഡ് ടു അവർ സിൻസിയറിറ്റി. നമ്മൾ ഓണസ്റ്റ് ആണെങ്കിൽ നമ്മൾ സിൻസിയർ ആയിരിക്കും. സിൻസിയർ ആണെങ്കിൽ നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും കൂടുതൽ ബെറ്റർ റിസൾട്ട് വരാനും നമ്മൾ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. ഹാർഡ് വർക്ക്. അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് ആണെങ്കിലാണ് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് കിട്ടുക. ഇപ്പൊ എന്താ പറയാ, പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാനും ഉള്ള റിസൾട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കോമ്പറ്റീറ്റീവ് ആയിരിക്കും, വളരെ കോമ്പറ്റീറ്റീവ്, നമ്മൾ ചാലഞ്ചിങ് ആയിരിക്കും, കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അങ്ങനെ അത് വന്ന് നമ്മൾ കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കരിയർ ഗ്രോത്തും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒഫീഷ്യൽ ലൈഫ് സോഷ്യൽ ലൈഫിലൊക്കെ നമുക്ക് സക്സസ്ഫുൾ ആയിരിക്കാൻ സാധിക്കും. അപ്പോൾ ഓൾവേസ് കോമ്പറ്റീറ്റീവ്, നമ്മൾ കോമ്പറ്റീറ്റീവ് ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എപ്പോഴും. പിന്നെ പൊതുവെ ഒരു ഡിസ്കഷൻ എപ്പോഴും നടക്കുന്നത്
സ്മാർട്ട് വർക്കിംഗ്. ഇപ്പൊ ഹാർഡ് വർക്കിംഗ് അല്ല, ഇപ്പോഴത്തെ ട്രെൻഡ് ഒരു ട്രെൻഡാണ്. അത് പക്ഷെ വളരെ നെഗറ്റീവാണ്. സ്മാർട്ട് വർക്കിങ്ങിനെ പറ്റി പലരും പറയും. ഇപ്പോൾ നമുക്ക് ഹാർഡ് വർക്കിംഗ് അല്ല, ഇപ്പൊ ഹാർഡ് വർക്കിങ്ങിന് ഒരു സ്ഥാനമില്ല എന്നുള്ള നിലയ്ക്ക് പലരും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്മാർട്ട് വർക്കിംഗ് ആവുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്മാർട്ട് ആവാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചില ആൾക്കാർ വേണമെങ്കിൽ നമുക്കിപ്പോ മൊബൈലിൽ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയണം. നമുക്ക് മൊബൈലിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ക്ലിയർ ചെയ്യുന്നത് ചില ആൾക്കാർ, ഒന്നും അറിയാത്ത ആൾക്കാർ, നമുക്ക് ഹാർഡ് വർക്കൊന്നും ചെയ്യാത്ത നിസ്സാരമായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് ശരിയാക്കി തരുമായിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ. അത് പറയുന്ന എക്സെപ്ഷണൽ ചില ഇതാണ്. പക്ഷെ നമുക്കത് പിന്നീട് പഠിച്ചെടുക്കാൻ പറ്റും. അത് നമ്മുടെ ഹാർഡ് വർക്കിംഗ് കൊണ്ടാണ് നമ്മൾ പഠിച്ചെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഹാർഡ് വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മാർട്ട് റിസൾട്ട് വരണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണം. അത് പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, പൊതുവെ ഒരു ഡിസ്കഷൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് സ്മാർട്ട് വർക്കിംഗ് ആണ് വേണ്ടത് എന്നുള്ളത്. അത് നെഗറ്റീവ് ആണ്. അതുകൊണ്ടുള്ള ഇമ്പാക്ട് വളരെ നെഗറ്റീവ്. സ്മാർട്ട് വർക്കിംഗ് ആവണമെങ്കിൽ, സ്മാർട്ട് റിസൾട്ട് വരണമെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. വളരെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. കൂടുതൽ സ്റ്റഡി ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും എപ്പോഴും ഹാർഡ് വർക്കിംഗ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, എങ്ങനെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കണമെങ്കിൽ, ഇതൊക്കെ ആണെങ്കിൽ ഹാർഡ് വർക്ക്, നമ്മൾ സ്മാർട്ട് വർക്കിംഗ്, സ്മാർട്ട് റിസൾട്ട് ഒക്കെ പ്രൊഡക്റ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് എന്താണ്, അതിനെപ്പറ്റി നമുക്ക് പറയാം. എന്താണ് എന്നുള്ളത്, അതായത് ഇന്നത്തെ ജോലി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോലി ഇപ്പൊ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്തു തീർക്കാം. എന്ത് തന്നെയായാലും, ഇപ്പൊ എഡ്യൂക്കേഷനെ പഠിക്കേണ്ട കാര്യമായാലും, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ സൈറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, എന്താണോ ഇന്ന് ചെയ്യേണ്ട ഫാക്ടർ, ഇന്ന് ചെയ്യേണ്ട ഡ്യൂട്ടി, അല്ലെങ്കിൽ ഇന്നത്തെ റെസ്പോൺസിബിലിറ്റി, ഇന്നത്തെ ജോലി എന്താണോ അത് ഇന്ന് തന്നെ ചെയ്തു തീർത്തിരിക്കും. നാളെ പിന്നെ എന്നും പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാൻ പാടില്ല. എന്ത് തന്നെയാലും പഠിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും. അതുപോലെ തന്നെ ഒരു പങ്ക്ച്വാലിറ്റി, എപ്പോഴും പങ്ക്ച്വലായിരിക്കണം. കീപ് പങ്ക്ച്വാലിറ്റി, അത് ഓൾവേസ്, അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോയിന്റ് ആണ്, കീപ് പങ്ക്ച്വാലിറ്റി. പിന്നെ വേണ്ടത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കുന്ന എൻ്റെ ഒരു കാര്യം, വളരെയധികം നെഗറ്റീവ് ടോക്കിംഗ് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് പരമാവധി മാറി നിൽക്കാം. നെഗറ്റീവ് തിങ്കേഴ്സ് വളരെയധികം ഉണ്ട്, അവരിൽ നിന്നും മാറി നിൽക്കാം. പ്രത്യേകിച്ച് സ്റ്റുഡൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ വേണ്ടത് എപ്പോഴും ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തൊരു സബ്ജക്റ്റിലും അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും ചോദ്യം, നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പല ഡിഫറെന്റ് ആൻസേഴ്സ്, അതായത് ഒരേ കാര്യം തന്നെ ആണെങ്കിൽ പോലും അതിന് പല ആസ്പെക്ട് ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കാൻ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം. ബി എന്തൂസിയാസ്റ്റിക്. എപ്പോഴും നമ്മൾ കൂടുതൽ അറിയാനുള്ള ഒരു ജാഗ്രത എപ്പോഴും കാണിക്കണം. പിന്നെ വേണ്ടത് പലരും ചെയ്യാത്ത ഒരു കാര്യമാണ്, എപ്പോഴും നമ്മൾ ഒരു നോട്ട് വെക്കുക, ഒരു നോട്ട്ബുക്കോ പേന അടുത്ത് വെക്കുക. എപ്പോഴും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിന്റെ ഒക്കെ നോട്ട്സ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അത് മാറി. പരമാവധി വായിക്കാന്നല്ല ഇപ്പോഴത്തെ ട്രെൻഡ്. ഓൺലൈൻ അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ നോക്കി വായിക്കുക. ആ വായന മാറ്റി നമ്മളൊരു നോർമൽ റീഡിങ്, എന്താ പറയുക, ഒരു കൺവെൻഷണൽ റീഡിങ് സ്റ്റേജിലേക്ക് വരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീഡിങ് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ റീഡ് ചെയ്യുകയാണെങ്കിൽ പോലും വായിക്കുന്ന സമയത്ത് ശബ്ദത്തിൽ വായിക്കാം, സൈലൻസിലും വായിക്കാം. ശബ്ദത്തിൽ വായിക്കുമ്പോൾ അതായത് പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആയിട്ട് വരണം. അത് പ്രാക്ടീസ് ചെയ്യണം. അത് റീഡ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പല വാക്കുകളുടെയും പ്രൊനൗൺസിയേഷൻ വരണമെങ്കിൽ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി വായിച്ചാൽ മാത്രമേ നമുക്കത് ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അത് വളരെയധികം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പലരും അഡ്വൈസ് ചെയ്യാറുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മളെന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യാൻ തയ്യാറാണോ അതിലപ്പുറം നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പോകരുത്. അത് സ്റ്റുഡൻസ് ആയാലും മറ്റുള്ള കരിയർ ആയിട്ടുള്ള ആൾക്കാർ ആരാണെങ്കിൽ തന്നെ അഡ്വൈസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാം. മറ്റുള്ളവരെ നമ്മൾ അഡ്വൈസ് ചെയ്യും, അതിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത അതർവൈസ് നമ്മൾ അഡ്വൈസ് ചെയ്യരുത്. പിന്നെ വേണ്ട കാര്യങ്ങൾ, നമ്മൾ ഡു വാട്ട് യു ലവ് വാട്ട് യു ഡു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമുക്ക് നമ്മൾ സംതൃപ്തിയോടുകൂടി നമ്മളെ സാറ്റിസ്ഫാക്ഷനോട് ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന എന്താണോ അതിനെ നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ലവ് ചെയ്യാം. മീൻസ് നമ്മൾ വളരെയധികം ഇഷ്ടത്തോടുകൂടി തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയുന്നത്, നമ്മളെ ആരെങ്കിലും
നമ്മുടെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും റെസ്പോൺസ് ആയിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. പലരും നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കും എന്താണ് ഇതെന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആരുടെ നമ്മുടെ അടുത്ത് പറയും. പലരും അതിന് ആൻസർ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പോലും മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ അത് സൊല്യൂഷൻ കൊടുക്കാതെ തന്നെ സ്വയം ഇതാവുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് മാറ്റി വെക്കുക. അതായത് നമ്മൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുക. അവർക്ക് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് വേണ്ടിടത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മളോട് തന്നെ സത്യസന്ധത പാലിക്കുക, അത് തീർച്ചയായിട്ടും വേണം. പിന്നെ ഉള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം യു ക്യാൻ ഓൾവേസ് ഇമ്പ്രൂവ്. നമുക്ക് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് അപ്പോൾ സ്വയം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആവണമെങ്കിൽ ഇതൊക്കെ ഇമ്പ്രൂവ് നമുക്ക് പറ്റായൊന്നുമില്ല. നമുക്ക് ഏത് സമയം നമ്മൾ ആ ഒരു സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് ഒരു 5 പോയിന്റ്സ് ഹൗ ടു ഇന്നോവേറ്റ്, നമുക്ക് എങ്ങനെ നമുക്ക് സ്വയം എങ്ങനെ ഇന്നോവേറ്റീവ് ആയിരിക്കാം എന്നതിനെ പറ്റി ഒരു 5 പോയിന്റ്സ് നമുക്ക് പറയാം. അത് മെയിനായിട്ട് ആദ്യമായിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് വളരെ കെയർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പ്രാക്ടീസ് റൈറ്റിംഗ്. നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പല കാര്യങ്ങളും, പഠിക്കേണ്ട കാര്യങ്ങളും മാത്രമല്ല, ജനറൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളായാലും നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യാം. അത് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ അവർ ശീലിക്കണം. അപ്പോൾ എഴുതുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. ഏത് സമയം എന്തൊരു പോയിന്റ് ആയിരിക്കും, ഈവൻ ഒരു സിംഗിൾ പോയിന്റ് ഒരു വാക്കുള്ള വെച്ചാലും അത് എഴുതി വെക്കുക. പിന്നെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഗോൺ റൈറ്റിംഗ്, കണ്ടിന്യൂസ് ആയിട്ട് റൈറ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ അതിന് മെമ്മറി പവർ കൂടുകയും ചെയ്യും. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തൊരു കാര്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. റൈറ്റിംഗ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സയന്റിഫിക്കലി വളരെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ് അത്. എന്തായത് എഴുതുന്നുള്ള ഇത് ആ ഫാക്ടർ ഉണ്ടല്ലോ, എഴുതി ചെയ്യുക എന്നുള്ളത്. എന്തൊരു കാര്യം നമ്മൾ എഴുതുകയാണെങ്കിൽ, ഇപ്പൊ അറിയുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഒരു തവണ എഴുതിയാലും എഴുതുന്ന ആ പ്രാക്ടീസിന് വളരെയധികം ഗുണങ്ങളുണ്ട്, സയന്റിഫിക് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതിൽ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുമെന്നാണ് പറയുന്നത്. നമ്മൾ എഴുതാൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. പല കാര്യങ്ങളും, പല നിസാര ഹെൽത്തും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിട്ടുപോയിട്ടുള്ള പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആവും. സയന്റിഫിക്കലി ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെന്റലും ഫിസിക്കലൊക്കെ ആയിട്ടുള്ള ഇമോഷണൽ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ ഫങ്ഷനെ, നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു പറയുന്നത്. പിന്നെ മെമ്മറി, അത് തീർച്ചയായിട്ടും നമ്മുടെ മെമ്മറി വളരെ ഇൻക്രീസ് ആവും, വളരെ ഇമ്പ്രൂവ് ആവും, മെമ്മറി പവർ കൂടും. പിന്നെ എപ്പോഴും നമുക്ക് നല്ലൊരു മൂഡ്, എഴുതി നമ്മൾ കൂടുതൽ എഴുതാൻ തുടങ്ങിയാൽ, എഴുതി പ്രാക്ടീസ് തുടങ്ങിയാൽ നമുക്ക് നല്ലൊരു മൂഡിലായിരിക്കും ഏത് സമയത്തും ഉണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമുക്ക് വളരെ പവർഫുൾ ആക്കാനും പറ്റും. അപ്പൊ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും വളരെ, ഏത് പ്രായം, ഇന്ന പ്രായക്കാരെന്നില്ല. അതായത് ഏത് സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കാരോ അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. നമ്മൾ സയന്റിഫിക് ആയിട്ടും അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ വായനാശീലം വളർത്തിയെടുക്കുക. വായനാശീലം വളർത്തുമ്പോൾ 2 തരത്തിൽ വായിക്കണം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശബ്ദം ഉണ്ടാക്കി വായിക്കുക. ശബ്ദത്തിൽ മീൻസ് ഒരു മിനിമം വോയിസ് വെച്ച് വായിക്കുക, പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആക്കുക, അതിനെ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പലപ്പോഴും നമ്മൾ പുറത്ത് കാര്യം ഏതെങ്കിലും ഒരു ഡിസ്കഷനൊക്കെ വേണ്ടി വന്നാൽ നമ്മുടെ പ്രൊനൗൺസിയേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. അതിന് വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ശബ്ദത്തിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ സൈലൻസ്, അതായത് ശബ്ദം ഇല്ലാണ്ട് വായിച്ച്, അപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മൾ സൈലൻസ് വളരെ പതുക്കെ മിണ്ടാണ്ട് നോക്കിയിരുന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷനും നമുക്ക് വായിച്ച് അത് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. അപ്പൊ അത് നമുക്ക് എന്താ പറയാ, ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അത് ശീലിക്കണം. വെറുതെ നമ്മൾ വായിക്കാന്ന് വിചാരിച്ചിരുന്നാൽ കാര്യമില്ല. നമ്മളത് ശീലിച്ച് പ്രാക്ടീസ് സൈലൻസിൽ മിണ്ടാണ്ടിരുന്ന് വായിച്ച് ശീലിച്ചെടുക്കണം. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് സാഹചര്യം, നമുക്ക് ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യണം, ട്രെയിനിൽ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ വേറെ പുറമെ ഏതെങ്കിലും മീറ്റിങ്ങിലോ പ്രോഗ്രാമിലൊക്കെ ഇരുന്നെങ്കിൽ നമുക്ക് വായിച്ചാൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഓഡിയോ, ലിസൺ ടു ഓഡിയോ. അതായത് വളരെയധികം ആൾക്കാർ, പ്രത്യേകിച്ച് യങ് ജനറേഷൻ, ഒരു ഹൈ വോളിയത്തിലാണ് കേൾക്കുക.
പൊതുവെ എന്തൊരു ഓഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടി വിയിലോ അല്ലെങ്കിൽ റേഡിയോയിലോ ടൈപ്പ് റെക്കോർഡിലോ കേൾക്കുന്നത് മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുവെ എല്ലാ കാര്യങ്ങളിലും. അങ്ങനെയാണെങ്കിൽ വളരെ കുറഞ്ഞ സൗണ്ടിൽ നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ പവർഫുൾ ആയിരിക്കും. അപ്പോൾ എത്ര പതുക്കെ പറഞ്ഞാലും വേറൊരാൾ ഡിസ്കഷൻ പറയുകയാണെങ്കിൽ പോലും നമ്മൾ എത്ര പതുക്കെ പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട, പക്ഷെ നമ്മുടെ കോൺസെൻട്രേഷൻ വളരെ ക്ലിയർ ആയിരിക്കും. ആ ഒരു നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത് വരും. അങ്ങനെ മീൻസ് ഓഡിയോ കുറഞ്ഞ സൗണ്ടിൽ ഇപ്പൊ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ആൾക്കാരായാലും മൊബൈലിൽ എന്തെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് മെസ്സേജ് ഒക്കെ കേൾക്കുകയാണെങ്കിലും മറ്റേ ഇയർഫോൺ ഒന്നും വെക്കാതെ തന്നെ ജനറലി നോർമൽ കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് വളരെ കുറഞ്ഞ വോളിയത്തിൽ കേൾക്കാവൂ. അത് പ്രാക്ടീസ് ചെയ്യണം. അത് ഒറ്റയടിക്ക് ചിലപ്പോൾ വളരെ ഫുൾ വോളിയത്തിൽ കേട്ട ആൾക്കാർക്കൊന്നും ഒരു സുപ്രഭാതത്തിൽ കുറഞ്ഞ വോളിയത്തിൽ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കുറഞ്ഞ വോളിയത്തിൽ കേൾക്കാൻ ശ്രമിക്കുക. അപ്പൊ അതൊരു വളരെ ഗുണം ചെയ്യുന്ന, ലോങ് റണ്ണിൽ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ പറയുന്നത് എന്താണ്, അത് കേൾക്കാനുള്ള ഒരു മനസ്സിൽ എന്താണ് അവർക്ക് പറയാനുള്ളത്, അത് ലിസൺ നമ്മൾ ശ്രദ്ധിക്കാം. വളരെയധികം കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പഠിക്കാം. അവരുടെ ഒപ്പീനിയൻ എന്താണ്, അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ അറിവിൽ നിന്ന് എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്, അത് കേൾക്കാൻ നമ്മൾ തയ്യാറായിരിക്കാം. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമുക്ക് തയ്യാറായി. നമ്മുടെ സബ്ജക്ട് എന്താണ് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് എന്താണോ നമ്മൾ പറയാം. അപ്പൊ അതിൽ പല നമ്മൾ പറയാണ്ട് മീൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയാൻ മടിച്ചു നിന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ലിമിറ്റ് ആയിരിക്കും. പല അറിവുകളും തന്നെ നമ്മളെ ലിമിറ്റഡ് ഇതിൽ നിൽക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിലാണ് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയാനുള്ള അവസരങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചാണെങ്കിൽ പോലും അതിനെപ്പറ്റി തന്നെ കൂടുതൽ വേറെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചാൽ പോലും അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. അത് തെറ്റാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും പല കാര്യങ്ങളെ പറ്റിയും പല ടോപ്പിക്കിനെ പറ്റിയും നമ്മുടെ കരിയർ ആയിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല പറയുന്നത്, മറ്റുള്ള എല്ലാ സബ്ജക്റ്റ് ആയാലും നമ്മൾ സംസാരിക്കാൻ തയ്യാറായിരിക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഈ 5 പോയിന്റ്സ് വളരെ കെയർഫുൾ ആയിട്ടിരിക്കാം. അതായത് ഒന്ന് പ്രാക്ടീസ് റൈറ്റിംഗ്, പ്രാക്ടീസ് റീഡിങ്, അത് റീഡിങ് വോയിസിലും സൈലൻസിലായിരിക്കും. പിന്നെ ലിസൺ ടു ഓഡിയോ, അത് വളരെ മിനിമം വോളിയത്തിലും വളരെ കുറഞ്ഞ ശബ്ദത്തിൽ കേൾക്കുക. ലിസൺ ടു അതേഴ്സ്, മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ സ്വയം സംസാരിക്കാൻ തയ്യാറാകുക. അത് പല സാഹചര്യങ്ങളിലും നമുക്ക് ഗുണം ചെയ്യും. അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് സക്സസ് എങ്ങനെ നേരിടാം, സക്സസ് എങ്ങനെ നമുക്ക് കൈവരിക്കാം, നേരിടാൻ നമുക്ക് ഹൗ വി ക്യാൻ ആക്സെപ്റ്റ്. അപ്പോൾ അതിന് ചില പോയിന്റ്സ് ഞാൻ പറയാം. മെയിനായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ആംബിഷ്യസ് ആയിരിക്കണം. അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ ആംബിഷൻ എന്താണോ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ എന്താണോ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്താണോ അതിന് വേണ്ടിയിട്ട് പാഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് നമുക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൂടി നിന്നിട്ട് കാര്യമില്ല. നമുക്ക് അതിന് വേണ്ടി പാഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും എന്തൊക്കെ നമ്മൾ ചെയ്യുന്ന കഴിയും നമുക്കൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടായിരിക്കണം. അത് പലരും മിസ്സാവുന്ന ഒരു പോയിന്റ് കൂടിയാണ്. ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്തായിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നടത്തണം, ചെയ്യണം, അതിനൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡു വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഡു. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്യുന്നത് എന്തോ അതിനെ നമ്മൾ ഇഷ്ടപ്പെടുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാണ്. മീൻസ് ഡു വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഡു. അത് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യം. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ നേരത്തെ പണിയായിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ ആയിരിക്കും. പക്ഷെ ആ റെസ്ട്രിക്റ്റഡ് ടൈമിലേക്ക് അതിലേക്ക് ഫിക്സ് ചെയ്തിരിക്കരുത്. ചിലപ്പോൾ കൂടുതൽ ടൈം വേണ്ടി വരും. 1 മണിക്കൂർ നമ്മൾ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ 1.5 മണിക്കൂർ ചെയ്യേണ്ടി വരും. അതിന് 1 മണിക്കൂറും 5-10 മിനിറ്റ് നമ്മൾ ചെയ്യുന്ന വർക്ക് ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ, അത് പഠിക്കലായാലും എഴുതലായാലും അല്ലെങ്കിൽ ജോലി ആയാലും ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറഞ്ഞ സമയമായിരിക്കാം. അപ്പൊ ഒരു ടൈം, ഇത്ര ടൈം, ആ ടൈമിനുള്ളിൽ ആ ഒരു റെസ്ട്രിക്ഷൻ അവിടെ വെച്ചേക്കരുത്. അത് മാറ്റി വയ്ക്കുക. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ അത് മാറ്റി വയ്ക്കുക. നമ്മൾ കുറച്ച് സ്പെയർ ചെയ്യാൻ തയ്യാറായിരിക്കണം. ഒരു ടൈം റെസ്ട്രിക്ഷൻ, അത് ഞാൻ പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റി വേണം. അതിനേക്കാൾ ഉപരി ചില കാര്യങ്ങൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി വരുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് ഫ്ലക്ച്വേഷൻ വേണം. അപ്പൊ പിന്നെ
കൂടുതൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട നമുക്ക് പല സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിന് വേണ്ടി വർക്ക് ചെയ്യാം. എങ്കിൽ തന്നെ നമുക്ക് നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. അതുപോലെ ഏതൊരു ആക്ടിവിറ്റീസ് നമ്മളുടെ ഐഡിയാസ് ഉണ്ടാവും, നമ്മുടേതായിട്ടുള്ള സ്വന്തം ഐഡിയാസ്, എല്ലാവരും ആരെങ്കിലും അവരൊക്കെ പറയുന്ന ഐഡിയാസിന് പുറമെ നമുക്ക് നമ്മുടേതായ ഐഡിയ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്തൊരു ഐഡിയ ആണെങ്കിൽ നമ്മളത് സ്വന്തം ഐഡിയാസ് എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു പഠിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായിട്ട് ഐഡിയ എങ്ങനെ പഠിക്കണം, ഞാൻ എങ്ങനെ പഠിക്കണം, വേറെ പലരും പറയുന്നതിനേക്കാൾ ഉപരി എങ്ങനെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യണം, അത് നമ്മളെ സ്വന്തം ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്ത് അത് പ്രകാരം മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വളരെയധികം ചലഞ്ചസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. മുമ്പത്തെ പോലെയല്ല, ചലഞ്ചസ് വളരെയധികമാണ്. അപ്പൊ ഏത് ചലഞ്ചും നേരിടാൻ തയ്യാറായിരിക്കണം, അതിനുള്ള കോമ്പറ്റീറ്റീവ് ആയിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മളെ ചാലഞ്ചസിന് അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് വരുന്ന ചലഞ്ചസ് കുറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ചലഞ്ചസ് വന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും, നമുക്ക് കൂടുതൽ അറിവ് കിട്ടും, നമ്മൾ കൂടുതൽ എക്സ്പെർട്ട് ആവും, കൂടുതൽ എക്സ്പീരിയൻസ് ആവും, നല്ല നോളജ് കിട്ടും. അപ്പൊ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. മറ്റൊരാളെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്ത് കിട്ടാനാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനേക്കാൾ ഉപരി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഗുണം കിട്ടുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ എപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് എപ്പോഴും ഒരു ഇമ്പ്രൂവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായിരിക്കും. അത് ഇമ്പ്രൂവ് ചെയ്യണം, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് സ്വയം നമുക്ക് എപ്പോഴും തോന്നണം. അപ്പോൾ ദർ ഈസ് എ സ്കോപ്പ്, അതായത് നമുക്ക് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാം, അതെപ്പോഴും മനസ്സിൽ വയ്ക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കരിയറായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ലേറ്റസ്റ്റ് അല്ല, 2020 പാസ്സായിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ. നമ്മളൊരു കൺവെൻഷണൽ എഡ്യൂക്കേഷനിൽ നിന്ന് വിട്ട് മാറി നിന്നിട്ട് കുറച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ്. അത് 2019 അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2019 മെയ് 31 സബ്മിറ്റ് ചെയ്തിട്ട് 2020 ജൂലൈ 29 അത് യൂണിയൻ ക്യാബിനറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ തിയറികളും, അതായത് ഒരു മോഡേൺ ലെവലിലുള്ള എന്താ പറയാ എഡ്യൂക്കേഷനും, അതായത് പെർഫോമിംഗ് ആർട്സ് ഉണ്ട്, ട്രേഡ്സ് ഉണ്ട്, പ്രൊഫഷൻസ് ഉണ്ട്, സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, പിന്നെ മറ്റുള്ള സ്പെഷ്യലൈസേഷൻസ് പലതുണ്ട്. ആ സ്പെഷ്യലൈസേഷനെ ബന്ധപ്പെടുത്തിയുള്ള എഡ്യൂക്കേഷനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് 2040 ആകുമ്പോഴേക്കും ഫുൾ ഇംപ്ലിമെന്റേഷൻ ആവും എന്നാണ്, ആ നിലയ്ക്കാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് കൊറോണയും ഒക്കെ ആയിട്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ വളരെയധികം ഇപ്പൊ ഈ ഏതൊരു ടോപ്പിക് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കും ഇടയ്ക്ക് ആ ടോപ്പിക്ക് മാറി വേറെ ടോപ്പിക്കിലേക്ക് മാറണമെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് അത് മാത്രമല്ല, പിന്നെ ഇത് ഒരു സ്റ്റെം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, സ്റ്റെം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ പെർഫോമിംഗ് ആർട്സും ട്രേഡ്സും പ്രൊഫഷണൽസും എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഇംപ്രൂവ്ഡ് ഒരു അഡ്വാൻസ്ഡ് ലെവലിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും മേഖലകളിൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം, അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് മറ്റേ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. ഹലോ, കേൾക്കണില്ലേ? ആ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് 10 ലെവലിലാണ്. അത് +2 വരെ 4 ലെവലും, പിന്നെ +2ന് ശേഷം PhD വരെ 6 ലെവല്. അങ്ങനെയാണ് 6 ലെവലും. അതായത് ഡിഗ്രി തൊട്ട് ഫസ്റ്റ് വരെ 4 ലെവല്, പിന്നെ 5th ലെവൽ തൊട്ട് PhD വരെ 10 ലെവൽ. അപ്പൊ അതിന്റെ ഒരു എക്സിറ്റ് ഓപ്ഷൻ പറയുന്നത് വെച്ചാൽ ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷൻ ജോയിൻ ചെയ്ത് +2ന് ശേഷം ഗ്രാജുവേഷൻ ജോയിൻ ചെയ്ത് ഒരു വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ
പരീക്ഷ അപ്പിയർ ചെയ്ത് പാസ്സായി പോന്നു കഴിഞ്ഞാൽ മുമ്പ് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ മുമ്പ് ഡ്രോപ്പ് ഔട്ട് ആയിരിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഓരോ വർഷം കഴിഞ്ഞാലും ഗ്രാജുവേഷൻ 4 വർഷത്തെ ഗ്രാജുവേഷൻ ജോയിൻ ചെയ്താൽ ഓരോ വർഷം കഴിഞ്ഞാലും നമുക്കൊരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിനുള്ള സർട്ടിഫിക്കറ്റ് തരും. അതാണ് ഇപ്പോഴത്തെ സിസ്റ്റം പ്രകാരം ഈ NEP പ്രകാരം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഒരു UG സർട്ടിഫിക്കറ്റ് തരും. സെക്കൻഡ് ഇയർ ആണെങ്കിൽ ഒരു UG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തരും. തേർഡ് ഇയർ കഴിയുകയാണെങ്കിൽ ഒരു ബാച്ചിലർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരും. അത് ഫോർത്ത് ഇയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഓണേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരും. അങ്ങനെ ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. മുമ്പ് നമ്മൾ ഇടയ്ക്ക് ഡ്രോപ്പ് ഔട്ട് ആവണം. ഇടയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വേറെ ക്വാളിഫിക്കേഷനോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഒരു ഡ്രോപ്പ് ഔട്ട് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യുന്നൊരു ഇതാണ് NEP എന്ന് പറഞ്ഞത്. പിന്നെ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ അല്ലേ നമ്മൾ പറഞ്ഞത്? അതെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. അത് അല്ലാതെ തന്നെ ഇപ്പൊ തന്നെ ഉണ്ട് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ്. ഈ വളരെയധികം എഡ്യൂക്കേഷണൽ ലോണുകളും അതൊക്കെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് തന്നെ ഉണ്ട്. അപ്പൊ ഏതൊരു ലോൺ എടുക്കാൻ പോവാണെങ്കിലും നമ്മൾ വിശദീകരിക്കുന്നില്ല. അതിലെ കണ്ടീഷൻസ് മറ്റുള്ള അതിന്റെ ഒരു ബാങ്ക് ആണെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അതിലുള്ള കണ്ടീഷൻസ് എല്ലാം അതിന്റെ കണ്ടീഷൻസ് ആണ്. അത് ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നതിനേക്കാളും മുമ്പ് അതിനെപ്പറ്റി വളരെ ക്ലിയർ ആയിരിക്കണം. വളരെയധികം പോയിന്റുകളും കണ്ടീഷൻസും ഉണ്ടായിരിക്കും. അതിൽ എവിടെയെങ്കിലും നമുക്ക് പറ്റാത്ത പോയിന്റുകൾ ഉണ്ടോ ഇല്ല അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ, ഞാൻ ഈ എഡ്യൂക്കേഷൻ ലോണിനെ പറ്റി വിശദമായിട്ട് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ. അപ്പൊ അത് വളരെ ഒരു ഡീപ്പ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിരിക്കണം. എനിക്ക് പറയാമെന്ന് വെച്ചാൽ എന്തൊരു ഡോക്യുമെന്റ് സൈൻ ചെയ്യണേക്കാളുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മള് പുറത്ത് ഫോറിൻ എഡ്യൂക്കേഷൻ ആണെങ്കിൽ പുറത്തേക്ക് സ്റ്റഡി ചെയ്യാൻ പോവുകയാണെങ്കിൽ വളരെയധികം ഡോക്യുമെന്റേഷൻ പർപ്പസ് ഉണ്ട്. അത് ഏകദേശം ഒരു 30ഓളം സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റ്സും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഇറങ്ങി അതിന് മുൻകൈ എടുത്ത് ഇറങ്ങണേക്കാൾ മുമ്പ് എന്തൊക്കെയാണ് അതിന്റെ ബേസിക് റിക്വയർമെന്റ്സ്, ബേസിക് ക്രൈറ്റീരിയ എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ലോൺ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ പോലും അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അത് വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രൊസീഡ് ആവും. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടുന്ന ഒരു ലോണിനെ പോലെ അല്ല, ഒരു ഫോറിൻ എഡ്യൂക്കേഷന് വേണ്ടി പോകുമ്പോൾ ആ ലോണിന്റെ ഫോർമാലിറ്റീസും പ്രൊസീജിയറും കുറച്ച് ഡിഫറെന്റ് ആണ്. അതിന് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. നോർമൽ ലോണിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും. അപ്പൊ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ അതിന് ഇറങ്ങണമെങ്കിൽ. അപ്പൊ അതിന് ഒരു ഫോറിൻ എഡ്യൂക്കേഷന് പോവുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഗ്രാജുവേഷൻ തൊട്ടുള്ള ലെവലിലാണ് ലോൺ മെയിൻ ഇതുള്ളത്. പിന്നെ അതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ അത് ഏജ് 18-നും 35-നും ഇടയ്ക്കായിരിക്കണം. അതിൽ കുറച്ചൊരു ചില ഏരിയയിൽ വേണമെങ്കിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ ജനറലി 18-നും 35-നും ഇടയ്ക്കായിരിക്കണം ഏജ്. പിന്നെ ഈ പറഞ്ഞ പോലെ അറൗണ്ട് 30ഓളം സർട്ടിഫിക്കറ്റുകൾ ഡോക്യുമെന്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണം. പിന്നെ ചില എക്സാമുകൾ പാസ്സായിരിക്കണം. GRE, GMAT, TOEFL അല്ലെങ്കിൽ IELTS, അത് ഡിപ്പെൻഡിങ്. അത് അങ്ങനെ ഏതെങ്കിലും എക്സാമിനേഷൻസ് അത് പാസ്സാവാണ്ട് പോകേണ്ട കൺട്രികൾ ഉണ്ടായിരിക്കാം. ചിലയിടത്ത് അത് പാസ്സാൻ വേണം. പിന്നെ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. അതിൽ കൊളാട്രൽ സെക്യൂരിറ്റിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടെങ്കിൽ അത് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് എടുക്കില്ല എന്നാണ് ഒരു നോർമൽ കേസിൽ. ഇപ്പൊ ചില കേസുകൾ എടുക്കുന്നുണ്ടായിരിക്കും, എക്സെപ്ഷണൽ കേസുകൾ എടുക്കണമായിരിക്കും. പക്ഷെ അഗ്രികൾച്ചറൽ ലാൻഡ് ജനറലി ഒരു ബാങ്കുകളും എടുക്കില്ല. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പോ ഒരു ഇത് പുറത്തേക്കുള്ള സ്റ്റഡിയെ പറ്റി പറയുകയും മറ്റുള്ള നമ്മൾ നോർമൽ നമ്മളെ ഇവിടുത്തെ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ എന്ത് പ്രോസീജിയർ അതിനേക്കാൾ കൂടുതൽ പ്രൊസീജിയറും പ്രോസസ്സൊക്കെ ഉണ്ട് പുറത്തേക്കുള്ളതായിരിക്കും. അത് വളരെ കെയർഫുൾ ആയിരിക്കും, വളരെ ശ്രദ്ധിക്കാം. പിന്നെ ലോൺ കൊടുക്കുകയാണെങ്കിൽ ലോൺ നമുക്ക് കിട്ടേണ്ട ലോൺ ആണെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ പോലും പുറത്തേക്കുള്ളതാണെങ്കിൽ അത് ആ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ അവരുടെ ആ കോഴ്സും ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ബാങ്ക് അത് അത് സർട്ടിഫൈഡ് ആണോ എന്നുള്ളത്, ആ ബാങ്കിൽ സർട്ടിഫൈഡ് ആണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ലോണിന്റെ കാര്യം ആയതുകൊണ്ടാണ്. അപ്പൊ അത് സർട്ടിഫൈഡ് ആയിരിക്കണം, ബാങ്ക് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ലോൺ ഫർദർ പ്രോസസ്സിങ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലോണിന് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ലിമിറ്റ് ഒന്നുമില്ല, ഇത്ര ലോണ് ഇത്ര തരുള്ളൂ എന്നുള്ള അങ്ങനത്തെ കണക്കൊന്നുമില്ല. അതിനേക്കാൾ ഉപരി ലോൺ എമൗണ്ട് ഒരു ലിമിറ്റ് ഒന്നുമില്ല. മീൻസ് ഡിപ്പെൻസ്, നമ്മളെ കൊളാട്രൽ സെക്യൂരിറ്റി അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ലോൺ ഫുൾ ലോൺ ഒരിക്കലും കിട്ടില്ല. അതായത് ഒരു 10% മാർജിൻ, 5% 5 to 15% ആണ്. അപ്പോൾ ജനറലി ചിലപ്പോൾ ഒരു 10% ഒക്കെ ഒരു മാർജിൻ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 1 lakh ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഒരു മാർജിൻ 10% പിടിക്കാന്ന് കഴിയാം. മാർജിൻ വെക്കുകയാണെങ്കിൽ 90,000 നമുക്ക് കിട്ടുള്ളൂ. 5% 15% ആണ് ആ കണക്കുള്ളത്. അപ്പോൾ അതിനടയ്ക്കുള്ള ബാക്കി മീൻസ് അത്ര എമൗണ്ട് നമ്മൾ കണ്ടെത്താൻ തയ്യാറായിരിക്കണം. പുറത്തേക്ക് പോണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പൊ അത് ഒരു എമൗണ്ട് നമ്മളതിൽ ഉണ്ടായിരിക്കണം, ലോൺ കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട്. അപ്പൊ അത് മുൻപ് നമ്മൾ അടച്ച് നമ്മൾ അതിന്റെ സർട്ടിഫിക്കറ്റും കോപ്പികളൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ പ്രോസസ്സിങ്ങിന് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതൊക്കെ കൂടാതെ നമുക്ക് വളരെയധികം ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്. ലോൺ സ്കോളർഷിപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഗവൺമെന്റ് സപ്പോർട്ട്, സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്, മറ്റുള്ള ഗവൺമെന്റുകളുടെയും സപ്പോർട്ട് ഉണ്ട്. നമുക്ക് അതിൽ ചില പോയിന്റുകൾ ഞാൻ പറയാം. അതിലൊന്നാണ് വിദ്യാലക്ഷ്മി. അപ്പൊ കുട്ടികൾക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, സ്കോളർഷിപ്പുകളുണ്ട്. അതിൽ വിദ്യാസാരഥി എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും അത് ലിസ്റ്റഡ് ബാങ്ക് വഴിക്ക്, അതായത് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ബാങ്ക് വഴിക്ക് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. പിന്നെ സ്കോളർഷിപ്പ് ഉണ്ട്, വേറെ PM സ്കോളർഷിപ്പ് സ്കീമുകളുണ്ട്. അപ്പോൾ 10th ഉം 12th ഉം പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് PM സ്കോളർഷിപ്പ് സ്കീം, അത് ഞാൻ ചില സ്കീമുകൾ ഞാൻ പറയാം. സമയമായ സമയമായിട്ടുണ്ട്, നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു ഗവൺമെന്റ് സ്കീമുകളെ പറ്റി പറയുകയാണെങ്കിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പിന്നെ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയയുടെ സ്കീമുണ്ട്, മഹിളാ സമഖ്യ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്, പിന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് അറ്റ് എലിമെന്ററി എഡ്യൂക്കേഷൻ NPEGEL എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്, പിന്നെ നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ NPNSPE, മിഡ് ഡേ മീൽസ് അടക്കമുള്ള ഒരു സ്കീമാണ്. പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ട്, ഒരു സ്കീമുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ സർവശിക്ഷ അഭിയാൻ SSA എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ഇതിനൊക്കെ പുറമെ ഈ ഡിഗ്രീസ് ഉണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട്, പ്രത്യേകിച്ച് ഡിഗ്രി എടുക്കാൻ പറ്റാത്ത ആൾക്കാർ, പല കാരണങ്ങൾ കൊണ്ടും ഡിഗ്രി എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കാം. അവർക്ക് ഈ ഡിഗ്രി മീൻസ് ഓൺലൈനായിട്ട് അവർക്ക് ക്ലാസ് ചെയ്യാം. പിന്നെ സ്വയം എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്, അതിൽ പല കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് വിശദമായിട്ട് ഞാൻ പറയില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണം. NPTEL എന്ന് പറഞ്ഞിട്ട് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി, സപ്പോസ് ഡിഗ്രി കഴിയുകയാണെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും വിദേശ പഠനത്തിനും ഫോറിൻ എഡ്യൂക്കേഷനും വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ എനിക്കുള്ള ഒരു സിമ്പിൾ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് വളരെയധികം സ്കോപ്പുള്ള ഒരു സ്കീം, ഒരു പ്രോഗ്രാമാണ് സിവിൽ സർവീസ്. വെറും ബേസിക് ആയിട്ട് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി. ഇന്ന ഡിഗ്രി വേണമെന്നില്ല, ഇന്ന ഡിഗ്രി പഠിച്ചാലോ ഇന്നത്, ചില മറ്റുള്ള കോഴ്സുകളെ പോലെ ഇന്ന ഡിഗ്രി പഠിച്ചാലോ അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഡിഗ്രി പഠിച്ചാലോ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി, ഇന്ന ഡിഗ്രി വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ ആ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് സിവിൽ സർവീസ് അപ്ലൈ ചെയ്യാം. നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റീവിനനുസരിച്ച്, നമ്മുടെ സ്കിൽസ് അനുസരിച്ച് നമുക്ക് പരീക്ഷ അപ്പിയർ ചെയ്യാം, പാസ്സാവുക, ഒരു സിവിൽ സർവന്റ് ആവാം. അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, നടന്നില്ല. അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ഗൈഡൻസ് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിലത് കിടക്കാണ്. ഒരു സിവിൽ സർവീസ് ചെയ്തതിന് വളരെയധികം സ്കോപ്പ് ഉണ്ട്, ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് പുറത്തു പോയാലും വളരെയധികം സ്കോപ്പ് ഉണ്ട്. അപ്പൊ എനിക്ക് അവസാനമായിട്ട് പറയുള്ളത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അതായത് സ്റ്റുഡൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ പാരന്റ്സ് ആണെങ്കിൽ, അത്
കുട്ടികളുടെ അവരുടെ താല്പര്യം എന്താണോ ആ താല്പര്യം അനുസരിച്ച്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച്, അവരുടെ ഇച്ഛാശക്തി അനുസരിച്ച് അവരെ വേണ്ടപ്പെട്ട അവരുടെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിൽ അവർക്ക് കൂടുതൽ ഗൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ്, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. അത് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്ന് നമ്മളൊരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്, ഇനിയും നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ പെട്ടെന്ന് എനിക്ക് പറഞ്ഞു തീർക്കേണ്ടി വന്നു, അപ്പോൾ ക്ഷമിക്കുക. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സാർ. സാർ അത് വളരെ ക്രിയാത്മകമായ ചില പോയിന്റുകളാണ് പറഞ്ഞത്. നമ്മളൊരു കരിയർ ഗൈഡൻസിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. സമയത്തിന്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ട് അത് പൂർണ്ണമായിട്ട് അതൊരു ഭംഗിയായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും സാർ പറഞ്ഞ ചില പോയിന്റ്സ് അത് വളരെ നമ്മൾ നിൽക്കുന്നത് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ അവസാനത്തെ സ്റ്റേജ്. നമുക്ക് വേണമെങ്കിൽ ഒരു AI സ്റ്റേജ് എന്നൊക്കെ പറയാം അല്ലെ, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന കരിയർ അത്രമാത്രം ശ്രദ്ധിച്ചു വേണം. നമ്മൾ മാതാപിതാക്കളാണെങ്കിൽ കുട്ടികൾക്ക് കരിയർ സെലക്ട് ചെയ്യുമ്പോൾ അത്രമാത്രം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. കാരണം അടുത്ത ഏതാനും നിമിഷം അല്ലെങ്കിൽ ദിവസം അല്ലെങ്കിൽ വർഷങ്ങൾക്കുള്ളിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. സാർ പറഞ്ഞത് സക്സസ് ആണ് കരിയർ ഗൈഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു തലം. അതിന് നമ്മുടെ മുമ്പിലുള്ള ചോയ്സസിനെ ചാൻസസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അത്ര കൃത്യമായി ചോയ്സിനെ ചാൻസസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കണം കരിയർ ഗൈഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ സാർ മാർക്ക് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയയെ കുറിച്ച് പറഞ്ഞു, എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ക്രൈറ്റീരിയയെ കുറിച്ച് പറഞ്ഞു. സാർ പറഞ്ഞു IAS എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു തലം അത് ഏറ്റവും മഹത്തരമാണെന്ന് പറഞ്ഞു. പിന്നെ കരിയർ ഗൈഡൻസിന്റെ ശ്രദ്ധിക്കേണ്ട കുറെ പോയിന്റ്സുകൾ വളരെ കൃത്യമായിട്ട് സാർ പറഞ്ഞു. ഒന്ന്, ഏത് എഡ്യൂക്കേഷന്റെ തലമാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ കൺവീനിയൻസ് എന്താണ്, നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾക്ക് അല്ലെങ്കിൽ അനുയോജ്യമായത്. പിന്നെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സ്കോപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമ്മളൊരു പ്ലാനിങ്ങിന്റെ സ്റ്റേജാണ് പ്ലാൻ ഫോർ പ്ലാനിങ്. അപ്പൊ അതിന് സാറ് ചില സൂത്രവാക്യങ്ങളൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ സാർ പറഞ്ഞ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ വേണ്ടത് ഹാർഡ് വർക്കിംഗ് അല്ല, സ്മാർട്ട് വർക്കിംഗ് ആണ്. അപ്പൊ ആ സ്മാർട്ട് വർക്കിങ്ങിലേക്ക് എത്താൻ കുറെ പോയിന്റ്സുകൾ സാർ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്നത്തെ ജോലി ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക, പങ്ക്ച്വൽ ആയിരിക്കുക, നെഗറ്റീവ് തോട്ട്സ് നമുക്ക് സമ്മാനിക്കുന്ന വ്യക്തികളിൽ നിന്ന് അല്പം ദൂരം പാലിക്കുക, അതുപോലെ എപ്പോഴും നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, പിന്നെ എപ്പോഴും എന്തോസിയാസ്റ്റിക് ആയിരിക്കുക. എന്താണ് പറയുന്നത്, എപ്പോഴും നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്. പിന്നെ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ സെലക്റ്റീവ് റീഡിങ്ങിന് പകരം ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും കാണും, എന്തെങ്കിലും വായിക്കും, ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കും. അതിന് പകരം കൺവെൻഷണൽ റീഡിങ്ങിന്റെ തലം, അത് ചുമ്മാ റീഡിംഗ് അല്ല, നല്ല ശബ്ദത്തോടു കൂടി അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അംഗീകരിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് വായിക്കാനുള്ള ഒരു പോയിന്റ് പറയണം. അങ്ങനെ ഒത്തിരി വളരെ വിലയേറിയ പോയിന്റുകൾ സാർ തന്നു. അതുപോലെ എഴുതുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പരീക്ഷയ്ക്ക് എഴുതിയാലാണ് ജയിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതാൻ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റത്തില്ല. പിന്നെയും കുറെ പോയിന്റ്സുകൾ സാർ പറഞ്ഞു. ഞാൻ ഒന്നും ഒരു ക്ലാസ് ഉടനെ 8:10 കൊണ്ട് ഒത്തിരി സമയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 2 കമന്റ്സ് റോയ് സാറും ഉലയനാൻ സാറും ഒന്ന് പറയും. ഉലയനാൻ സാർ പറയും. സർ, ഇടയ്ക്ക് വെച്ച് എനിക്ക് കാര്യമായി ഒന്നും കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോ സാബു സാറ് പറഞ്ഞപ്പോ അതിനൊന്ന് സമ്മറൈസ് ചെയ്ത് കിട്ടി. എനിക്ക് ഒരു കാര്യം ഇപ്പൊ സാറ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളതാണ്. ചില കുട്ടികൾ ഉറക്ക വായിച്ച് പഠിക്കുന്നവർ, അവർക്ക് പതുക്കെ മനസ്സിൽ വായിച്ചാൽ എങ്ങും എത്തില്ല. ചിലർക്ക് ഉറക്ക വായിച്ചാൽ എത്തില്ല, മനസ്സിൽ വായിക്കണം. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് ഈക്വലായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണോ സാറേ? ഉറക്കം വായിക്കുന്നതും പതുക്കെ വായിക്കുന്നതും അത് 2 തലങ്ങളിലാണ്. ഉറക്കം വായിച്ച് നല്ല കാര്യം. ഉറക്കം വായിച്ച് പഠിക്കുമ്പോൾ അവർ പ്രൊനൗൺസിയേഷൻ വളരെ ക്ലിയർ ആയിരിക്കും. അവര് വെറുതെ വായിച്ചിട്ടുണ്ടാവില്ല, അവർ നോക്കി എന്തെങ്കിലും വായിക്കുന്നുണ്ടാവും. പക്ഷെ അത് പ്രൊനൗൺസിയേഷൻ വളരെ ക്ലിയർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. അവർ വായിക്കുന്നത് ചിലപ്പോൾ വായിക്കാൻ വേണ്ടി വായിക്കും, അതല്ല, നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് വായിക്കണം. പിന്നെ സൈലന്റ് ആയിട്ട് വായിക്കുമ്പോൾ അത് ഏത് അറ്റ്മോസ്ഫിയറിലും നമ്മൾ സൈലന്റ് ആയിട്ട് വായിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്ര ബിസി ആണെങ്കിലും, എത്ര റഷ് ഹെവി സൗണ്ടുള്ള ഏരിയയിലായാലും
നമുക്ക് സ്വയം ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ സൈലന്റ് ആയി വായിച്ച് അത്, പക്ഷെ ചിലർക്ക് അത് പറ്റില്ല. നമ്മളൊരു റഷ് ഏരിയയിലാണെങ്കിൽ, ഒരു നല്ല നോയ്സി ഏരിയയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും, ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വായിക്കാൻ പറ്റുന്ന വരില്ല. അപ്പൊ സൈലന്റ് ആയിട്ട് വായിച്ച് ശീലിച്ചാൽ തന്നെ നമുക്ക് അവിടെ വായിക്കാൻ പറ്റുള്ളൂ, കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. ആ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് പലരും, അത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അത് അറിയില്ല, അവര് അങ്ങനെ സൈലന്റ് ആയിട്ട് വായിച്ച് ശീലിക്കണുണ്ട്. പക്ഷെ അത് വായിച്ച് ശീലിക്കണം. അപ്പൊ അത് കണ്ടീഷനിങ്ങിന്റെ ആയിരിക്കും അല്ലെ, നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ ആയിരിക്കും അല്ലെ, ഓട്ടോമാറ്റിക് നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിരിക്കും ശീലിപ്പിക്കുന്നത്. അത് നമ്മൾ ശീലിപ്പിക്കണം. തീർച്ചയായിട്ടും സൈലന്റ് ആയിട്ട് വായിക്കാൻ ശീലിപ്പിക്കണം. ചിലര് മീൻസ് ആരും നമ്മൾ വായിക്കുന്നത് കേട്ടാൽ അവർ എന്ത് വിചാരിക്കാവോ, അല്ലെങ്കിൽ നമ്മളെ പ്രൊനൗൺസിയേഷൻ റോങ് ആണെങ്കിൽ അവർ അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവര് മിണ്ടാണ്ടിരുന്ന് നോക്കിയിരിക്കും, പക്ഷെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ട് സൗണ്ട് ഉണ്ടാക്കി വായിക്കാൻ പഠിപ്പിക്കാം, അതേസമയം സൈലന്റ് ആയിട്ട് വായിക്കാൻ അവരെ പ്രാക്ടീസ് ചെയ്യിക്കണം. അത് വളരെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ സൈലന്റായി വായിച്ചു പോയ നാട്ടിലുള്ള എല്ലാ കാര്യവും സൈലന്റായി എന്നിലേക്ക് കയറി വരും, എന്റെ പഠനം കൊളാവും. ഞാൻ അതുകൊണ്ട് ഉറക്ക വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പറമ്പിലൂടെ നടന്ന് ഉറക്ക വായിക്കുക, അതാണ് എന്റെ ശീലം. അത് എന്റെ മനസ്സിൽ നിൽക്കുന്നു. അതാണ് നല്ല ശീലം അല്ലെ സാർ, അതാണ് നല്ല ശീലം എന്ന് സാർ പറഞ്ഞു. ഓക്കെ, നല്ലതാണ്. അത് പ്രൊനൗൺസിയേഷൻ ഇമ്പ്രൂവ് ആവാനും നമ്മളെ സൗണ്ട് നന്നാവാനും നമുക്കൊരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമ്മളെ സൗണ്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ട്, തീർച്ചയായിട്ടും നമ്മൾ സ്വയം നമ്മളെ സൗണ്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളത് അറിയില്ല, പക്ഷെ സൗണ്ടിൽ വായിക്കണം വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതേസമയം ഇത് പ്രാക്ടീസ് ചെയ്യണം. സൈലൻസിൽ വായിക്കാൻ പ്രാക്ടീസ് ആവണം. ഒരു നമുക്ക് യാദൃശ്യമായിട്ട് ഒരു തിയേറ്ററിൽ നമുക്ക് എന്തെങ്കിലും വായിക്കാം, സിനിമ തിയേറ്ററിൽ നമ്മൾ സിനിമ കണ്ടുപിടിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വായിക്കാം, മൊബൈലിൽ വായിക്കാം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജനറലി നമുക്കിപ്പോൾ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കണം എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ വായിക്കാൻ നമുക്ക് പറ്റണം. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ സിനിമ കാണുമ്പോൾ തന്നെയല്ല, പല സാഹചര്യങ്ങളിലും നമുക്ക് വായിക്കേണ്ടി വരും. സൈലന്റ് ആയിട്ട് വായിച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം അതിന്. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു എനിക്ക്, ഞാൻ കേട്ടിടത്തോളം. അതിന്റെ സാറിന്റെ ഫീഡ്ബാക്കും കൂടെ ആയപ്പോ അടുത്തൊരു ക്ലാസ് എന്റെ ഒരു റിക്വസ്റ്റ് സാർ, നമ്മൾ ഈ വിദേശത്തേക്ക്, നമ്മുടെ മക്കളെല്ലാം വിദേശത്തേക്ക് പോയി പഠിച്ച് അവിടെ ജോലിയായി അവിടെ സെറ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ വളർന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സാർ ഒന്ന് ഒരു ക്ലാസ് എടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ട്. ചെയ്യാം, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ സാറേ, കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഫീൽഡ് ഒത്തിരി പൈസ ഉണ്ടാക്കാൻ പല ആൾക്കാരും ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഫീൽഡായിട്ട് മാറിയിട്ടുണ്ട്. ആ ഇടയ്ക്ക് സാറിന്റെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇതിലേക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നായിട്ട് നിൽക്കുന്നു. ഒന്നത്. രണ്ട്, സാറ് തുടങ്ങപ്പോൾ തന്നെ പറഞ്ഞു ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ നിന്നാണ് ഇരിക്കുന്നത്, ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്ന്. അപ്പൊ അവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം സാറ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ സാറ് പറഞ്ഞത് ഈ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിൽ പോവുക എന്ന് പറയുന്ന പോളിസിയാണ് ഇപ്പോഴുള്ളത്. സംഭവം ശരിയാണ്, പക്ഷെ അത് അങ്ങനല്ല വേണ്ടതെന്നും സ്വന്തമായിട്ട് അത് കണ്ടുപിടിക്കാനുള്ള താല്പര്യങ്ങൾ, ഇപ്പൊ കാരണം പേരൻസിന്റെ എക്സ്പെക്ടേഷനും കുട്ടിയുടെ താല്പര്യവും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്ന് സാറ് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നെവർ ഗെറ്റ് റെഡി ടു ഫെയിൽ, ഗെറ്റ് റെഡി ടു ട്രയൽ. സാർ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെയധികം ഇതായിട്ട് തോന്നി. അതുപോലെ തന്നെ സാറ് സെൽഫ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആരും ശ്രദ്ധിക്കാൻ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും സെൽഫ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞ ക്ലാസ്സുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രാക്ടീസ് റൈറ്റിംഗ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും, അതുപോലെ റീഡിങ് ഹാബിറ്റ്, ശബ്ദത്തിൽ വായിക്കുക, എന്ത് കിട്ടിയാലും അതൊക്കെ സാർ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ ലിസൺ ടു ഓഡിയോ, അതായത് ഇത് മാത്രമല്ല എല്ലാം അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും സാറ് പറഞ്ഞതാണ്. നമുക്ക് പറയാനുള്ളത് പറഞ്ഞിരിക്കണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഈ കാര്യത്തിലേക്ക് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സാറ് പ്ലാൻ ഫോർ പ്ലാനിങ്, സ്വീറ്റ് ഗെയിൻസ് ആൻഡ് പാസ്റ്റ് ഒക്കെ എടുത്തു പറഞ്ഞതൊക്കെ വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നി. എനിവേ, സാറിന്റെ തുടർന്നുള്ള ഗൈഡൻസിന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു കുഞ്ഞി സാർ. വീണ്ടും നമുക്ക് കാണാം. ഇന്നത്തെ ആ തിരക്ക് കൊണ്ടാണ്, ഐ എം സോറി, വെരി സോറി. സോ താങ്ക് യു വന്നതിനും ജോയിൻ ചെയ്തതിനും, വളരെ കൃത്യമായി അറിവുകൾ നൽകിയതിനും വ്യത്യാസം. താങ്ക് യു ആൻഡ് സീ യു. ഗുഡ് നൈറ്റ്. Good night.